സംസ്ഥാനത്ത് ഷിഗല്ല ബാധിതർ കൂടുന്നു. 5 ഷിഗല്ല മരണങ്ങൾ സ്ഥിരീകരിച്ചതോടെ കനത്ത ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ച മേഖലയിൽ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധനകൾ തുടരുന്നു. സംസ്ഥാനത്ത് ഇതുവരെ 147 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തരം രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ ജൂൺ ആദ്യവാരം മുതൽ നടത്തി വരുന്നുമുണ്ട്. സാരംഗുണ്ട് വിശദാംശങ്ങളുമായി. സാരംഗ്, 147 പേർക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ 5 മരണങ്ങൾ സംഭവിക്കുന്നു. നമ്മൾ രാവിലെ ചർച്ച ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം, ഇത് വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പോലും ആരോഗ്യവകുപ്പിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയായിരിക്കും? ഹരി, തീർച്ചയായും. കാരണം ഈ ഒരു അസുഖം അല്ലെങ്കിൽ ഷിഗല്ല എന്നത് കുട്ടികളിലാണ് കാര്യമായിട്ടും ഗുരുതര സാഹചര്യം ഉണ്ടാക്കാനുള്ളൊരു നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളിൽ വ്യക്തമാകുന്നത്. മാത്രമല്ല, ഈ ഒരു അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പടരാൻ, അതായത് ഈ രോഗബാധിതരായിട്ടുള്ള ആൾക്കാർ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അടുത്ത സമ്പർക്കത്തിലോ ഈ ഒരു അസുഖം പടരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു രോഗലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ ഉടൻ തന്നെ നിർജ്ജലീകരണം ഒഴിവാക്കാനും ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരുവിധ മടിയും കാണിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. പ്രധാനമായും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ നിന്നാണ് ഈ ഒരു രോഗം പടരുന്നത്. ഒപ്പം തന്നെ മാംസഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മാംസം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മത്സ്യമടക്കമുള്ള ഭക്ഷണ വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ നിന്നും അത്തരത്തിലും ഈ ഒരു രോഗം മനുഷ്യരിലേക്ക് പടരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തിനായാലും ഈ ഒരു കൂടുതൽ സമയം, അതായത് നമ്മൾ ഫ്രിഡ്ജിലടക്കം വെച്ചുകൊണ്ട് മാംസവും മത്സ്യവും അടക്കം ഉപയോഗിക്കുന്ന സമയമാണ്. കാരണം ഇപ്പോൾ ട്രോളിംഗിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ മീന് അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലടക്കം ഈ ഒരു രോഗം മനുഷ്യരിലേക്ക് എത്താനുള്ളൊരു സാധ്യത ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ഹോട്ടലുകളായിക്കോട്ടെ, മറ്റ് ഈ ഒരു തട്ടുകടകളായിക്കോട്ടെ, അവിടെയൊക്കെ ആരോഗ്യവകുപ്പിന്റെ ഊർജിതമായിട്ടുള്ള പരിശോധനകൾ നടന്നു വരുന്നു. കാരണം 147 പേർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ 5 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോഴും വലിയൊരു ആശങ്ക നിലനിൽക്കുന്ന കുട്ടികളുടെ കാര്യത്തിലാണ്. കാരണം 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ രോഗം സ്ഥിരീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി മോശമാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ക്ലോറിനേഷനുകൾ, അതായത് കുടിവെള്ള സ്രോതസ്സുകളായിക്കോട്ടെ, കിണറുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ക്ലോറിനേഷൻ നടത്താനുള്ള ഒരു ഡ്രൈവ് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്റ്റോപ്പ് ഡയറിയ എന്നൊരു ഡ്രൈവും ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒപ്പം ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിർജ്ജലീകരണം ഒഴിവാക്കുക, ഈ ഒരു ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടുക എന്നടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു രോഗലക്ഷണം പ്രകടമാകുന്നതിലടക്കം പ്രധാനപ്പെട്ടത് ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാം. അതായത് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ ഒരു രോഗലക്ഷണങ്ങൾ പ്രകടമാകുക. രോഗലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ തന്നെ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഡോക്ടറെ കാണാനടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. നമുക്കറിയാം, ഷിഗല്ല മാത്രമല്ല, വെസ്നിലടക്കമുള്ള പല വകഭേദങ്ങളായിക്കോട്ടെ, പനികളായിക്കോട്ടെ കേരളത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം മഴ ശക്തമായി പെയ്തുകൊണ്ട് അതിനുശേഷം വെയിലിലേക്ക് അല്ലെങ്കിൽ ഒരു കാലാവസ്ഥാ മാറ്റം വന്നത് തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിനായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഒപ്പം ആരോഗ്യവകുപ്പും കർശനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള പല ഡ്രൈവുകളും സംസ്ഥാനത്തുടനീളം നടക്കുന്നു. തിരുവനന്തപുരത്ത് സാഹചര്യവും കോർപ്പറേഷനുമായി ചേർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഹരി, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.